ചൊവ്വയിൽ ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്ന ഒരു പുരാതന സമുദ്രത്തെക്കുറിച്ചുള്ള അന്വേഷണം കാലങ്ങളായി നടക്കുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ ചില പുതിയ തെളിവുകൾ കൂടി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നു. 2020 ചൈനീസ് നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ വിക്ഷേപിച്ച ചൈനയുടെ ഷുറോങ് റോവർ ചുവന്ന ഗ്രഹത്തിൽ കണ്ടെത്തിയത് 3.5 ബില്യൺ വർഷങ്ങൾ വരെ പഴക്കമുള്ള കടൽത്തീരങ്ങളാണ്. ചൊവ്വയുടെ ഉപരിതലത്തിൽ വെള്ളമുണ്ടെന്നതിന് വിപുലമായ തെളിവുകൾ വിവിധ ചൊവ്വ പര്യവേഷണ പഠനങ്ങൾ നൽകിയിട്ടുണ്ട്. ചൊവ്വയിൽ മറഞ്ഞിരിക്കുന്ന താഴ്വരകൾ, പാറകളുടെ അവശിഷ്ടങ്ങൾ ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് ചുവന്ന ഗ്രഹത്തിൽ ഒരു കാലത്ത് ഒഴുകുന്ന ജലമുണ്ടായിരുന്നുവെന്ന് തന്നെയാണെന്ന് ഗവേഷകർ പറയുന്നു. എന്നാൽ 2021 മുതൽ 2022 വരെ ചൊവ്വയിൽ സജീവമായിരുന്ന ചൈനയുടെ ഷുറോങ് റോവറിൽ നിന്നുള്ള ഇമേജിംഗ് ഡാറ്റ ശാസ്ത്രജ്ഞർ വിശകലനം ചെയ്യുകയും അവരുടെ കണ്ടെത്തലുകൾ ഫെബ്രുവരി 24 നാഷണൽ അക്കാദമി ഓഫ് സയൻസസിന്റെ പ്രൊസീഡിംഗിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. റഡാർ ചിത്രങ്ങളിൽ മണലിന് സമാനമായ ഗുണങ്ങളുള്ളതും കടൽ കരയുമായി ചേരുന്ന വെള്ളത്തിന് തൊട്ടു താഴെ ഭൂമിയിലെ കടൽ തീരങ്ങളുടേതിന് സമാനമായ കോണിലും ഒരേ ദിശയിലും ചരിഞ്ഞതുമായ വസ്തുക്കളുടെ 33 മുതൽ 115 അടി വരെ കട്ടിയുള്ള പാളികൾ കണ്ടെത്തിയിട്ടുണ്ട്. റോവർ സഞ്ചരിച്ച പാതയിൽ 3/4 മൈൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഘടനകൾ ഗവേഷകർ മാപ്പ് ചെയ്തു. ഇതിന്റെ പഠനഫലമായുള്ള ആൻഷ്യന്റ് ഓഷ്യൻ കോസ്റ്റൽ ഡെപ്പോസിറ്റ് ഇമേജ്ഡ് ഓൺ മാർസ് എന്ന ഈ പുതിയ പ്രബന്ധത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ചൊവ്വയുടെ ഉപരിതലത്തിൽ ഒരു കാലത്ത് വലിയ അളവിൽ ജലം നിന്നിരുന്നുവെന്ന് വിവിധ നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും ഈ ജലത്തിന്റെ സ്വഭാവവും പിന്നീട് അതിനെന്ത് സംഭവിച്ചുവെന്നതും അനിശ്ചിതത്വത്തിലാണ്. എന്നിരിക്കലും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയ്ക്ക് ചൂടും ഈർപ്പവും നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുവെന്ന് പ്രബന്ധം അടിവരയിടുന്നു. ഷുറോങ് റോവർ ശേഖരിച്ച റഡാർ ഡാറ്റയിലൂടെ തെക്കൻ ഉട്ടോപ്യ പ്ലാനറ്റിയയുടെ ഉപരിതലത്തിൽ വ്യാപകമായി പാറയുടെ അവശിഷ്ട പാളികൾ ഒരു വലിയ നിക്ഷേപം തന്നെ നടത്തിയിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു. ഈ നിക്ഷേപങ്ങൾക്ക് ഭൂമിയുടെ തീരദേശ അവശിഷ്ടങ്ങളുടേതിന് സമാനമായ ഘടനകളാണുള്ളത്. ഈ കണ്ടെത്തൽ ഒരു വലിയ ജലാശയത്തിന്റെ മുൻകാല നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. അതിനാൽ തന്നെ ഇത് ചൊവ്വയുടെ വടക്കൻ സമതലങ്ങളിൽ ഒരു പഴയ സമുദ്രം ഉണ്ടായിരുന്നു എന്ന അനുമാനത്തെ പിന്തുണയ്ക്കുന്നു. ആൻഷ്യൻ ഓഷ്യൻ കോസ്റ്റൽ ഡെപ്പോസിറ്റ്സ് ഇമേജ്ഡ് ഓൺ മാർസ് എന്ന പ്രബന്ധത്തിൽ പറയുന്നു. ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞർ കരുതുന്നത് ജീവൻ ആരംഭിച്ചിരിക്കാവുന്ന പ്രധാന സ്ഥലങ്ങളിലൊന്ന് കടൽ തീരങ്ങളാണ് എന്നതാണ്. എന്നാൽ ചൊവ്വയിൽ നമ്മൾ കണ്ടെത്തിയതും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നല്ല. ആഴം കുറഞ്ഞ വെള്ളവും കരയും ചൊവ്വയിലുണ്ട്. ഈ ഇന്റർഫേസുകൾ വഴിയാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായതെന്നും പ്രബന്ധ രചയിതാക്കളിൽ ഒരാളും പെൻ സ്റ്റേറ്റിലെ സെഡിമെന്റ് ജിയോളജിസ്റ്റുമായ ബെഞ്ചമിൻ കാർഡിനാസ് കൂട്ടിച്ചേർത്തു. ഭൂമി, ചൊവ്വ, സൗരയുദ്ധത്തിലെ മറ്റ് ഗ്രഹങ്ങൾ എന്നിവ ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ടതാണ്. അതായത് ചൊവ്വയുടെ കാലാവസ്ഥയിൽ നാടകീയമായ മാറ്റമുണ്ടായപ്പോൾ ഏകദേശം 1 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ സമുദ്രം അപ്രത്യക്ഷമായി. ഈ സമയം ജലത്തിന്റെ ഒരു ഭാഗം ബഹിരാകാശത്തേക്ക് നഷ്ടപ്പെട്ടിരിക്കാമെന്നും വലിയ അളവിൽ ചൊവ്വയുടെ ഉപരിതലത്തിനടിയിൽ കുടുങ്ങിക്കിടക്കാമെന്നും ശാസ്ത്രജ്ഞർ കരുതുന്നു. മാത്രമല്ല, റോബോട്ടിക് ലാൻഡർ ഇൻസൈറ്റ് വഴി ലഭിച്ച ഭൂകമ്പ ഡാറ്റയെ അടിസ്ഥാനമാക്കി കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ചൊവ്വയുടെ ഉപരിതലത്തിനടിയിൽ പൊട്ടിയ അഗ്നിപാറകൾക്കുള്ളിൽ ജലത്തിന്റെ ഒരു വലിയ സംഭരണി ഉണ്ടായിരിക്കാമെന്ന് കണ്ടെത്തി. പതിറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞർ ചൊവ്വയുടെ ഉപരിതല സവിശേഷതകൾ ഒരു തീരപ്രദേശത്തോട് സാമ്യമുള്ളതായി കരുതുകയും അതിന്റെ തെളിവുകൾക്കായി ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഉപരിതലത്തിലെ അത്തരം ഏതൊരു തെളിവും കോടിക്കണക്കിന് വർഷത്തെ മണ്ണൊലിപ്പ് അല്ലെങ്കിൽ മറ്റ് ഭൂമിശാസ്ത്ര പ്രക്രിയകൾ മൂലം ഇല്ലാതാക്കപ്പെടുകയോ വികലമാകുകയോ ചെയ്തതിനാൽ തന്നെ തെളിവുകൾ ശേഖരിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷേ പൊടിക്കാറ്റ്, ഉൽക്കാപതനം അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നിവയാൽ നിക്ഷേപിക്കപ്പെട്ട വസ്തുക്കളുടെ കീഴിൽ ഇത്രകാലം മറഞ്ഞുകിടന്ന ഈ പുതുതായി കണ്ടെത്തിയ ഘടനകളുടെ കാര്യത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഇവ ഇപ്പോഴും ചൊവ്വയുടെ ഉപരിതലത്തിൽ മൂടപ്പെട്ട് കിടക്കുന്നതിനാൽ തന്നെ അവ കേടുകൂടാതെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്നും കാർഡിനാസ് പറഞ്ഞു.
അതേസമയം ചൊവ്വയിൽ ജീവന്റെ അടയാളങ്ങൾ കണ്ടെത്തുന്നതിനായി ദൗത്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നതിന് നിലവിൽ കൃത്യമായ തെളിവുകളൊന്നുമില്ല. എന്നിരുന്നാലും പെർസെവറൻസ് റോവർ പോലുള്ള ചില ദൗത്യങ്ങളിൽ നിന്നുള്ള കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് ചൊവ്വയുടെ ഭൂതകാല വർത്തമാന പരിതസ്ഥിതികളിൽ ജീവൻ നിലനിന്നിരിക്കാനോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴും നിലനിൽക്കാനോ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്.